അപ്പോൾ കൂട്ടുകാരെ തിരിച്ചു പോവുകയാണ്. ഒരു മാസത്തെ ലീവ് കഴിഞ്ഞ് ഇനിയും 28 ദിവസം കഴിഞ്ഞ് കാണാം. കൊടി ഇറങ്ങുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിലാണ് ഫസ്റ്റ് യാത്ര. ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഞങ്ങൾ. സ്ഥിരം ഇങ്ങനെയാണ് പോകുന്നത്. ചില സമയത്ത് ടൂ വീലറിന് കൊണ്ടാക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ചെന്ന് ഞാൻ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റിങ്ങിലാണ്. മോളാണ് വീഡിയോ എടുക്കുന്നത്. ടിക്കറ്റ് എടുത്ത് അവർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. ആദ്യം ടിക്കറ്റ് എടുത്ത് പിന്നെ മറന്നുപോയി. പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് പിന്നെ രണ്ടാമത് പോയി എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞാൻ തിരിച്ച് വന്ന് എയർപോർട്ടിൽ വന്ന് ബോർഡിംഗ് പാസ് കിട്ടി. അവിടെ നിന്ന് ഒരു 100-120 കിലോമീറ്റർ ഉണ്ട് എയർപോർട്ട്. വന്ന് ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. എയർപോർട്ടിനകമാണ്. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അവർ ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞപ്പം 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടി അത് സ്ഥിരം പറയുന്നതാണ്. 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് അതിനുശേഷം മുകളിൽ കയറി എമിഗ്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഗേറ്റ് 6 ആണ് വെയിറ്റിംഗ് കിട്ടിയത്. ഞാൻ ലോഞ്ചിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ. അവിടെ പോയി ലോഞ്ച് ആക്സസ് ഉണ്ട് എനിക്ക്. ചില ആൾക്കാർക്ക് അറിയില്ല, എല്ലാവരും യാത്ര ചെയ്യാറുണ്ട്. നമുക്ക് സൗജന്യമായി ഫുഡ് കിട്ടും. നമ്മുടെ ബാങ്ക് കാർഡ് ആക്റ്റീവ് ചെയ്യണം. നമ്മുടെ ATM കാർഡ് നമ്മുടെ NRI അക്കൗണ്ടുള്ള ആൾക്കാരുടെ കാർഡാണെങ്കിൽ അത് ആക്റ്റീവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലോഞ്ച് ആക്സസ് ഉണ്ട്. 2 രൂപയെ നമ്മുടെ കട്ടാകത്തുള്ളൂ. നമുക്ക് സ്റ്റാർ ഫെസിലിറ്റി ഫുഡ് കിട്ടും. ചിലയിടത്തൊക്കെ ഡ്രിങ്കും ഉണ്ട്. ഡ്രിങ്ക് എന്ന് മീൻസ് എന്ത് തരം ഡ്രിങ്കും കിട്ടും. വിസ്കി, ബ്രാൻഡി, റം എല്ലാ സാധനവും ലഭിക്കും. പക്ഷേ ട്രിവാൻഡ്രം എയർപോർട്ടിൽ അതില്ല. ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലോട്ട് കടക്കുകയാണ്. വെയിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് 10:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. ഫ്ലൈറ്റിൽ നിറച്ച ആൾക്കാരായിരുന്നു. എനിക്ക് സീറ്റ് ഈ പ്രാവശ്യം പുറകിലാണ് കിട്ടിയത്. 21 ആയിരുന്നു സീറ്റ്. ടോട്ടൽ 13 കണ്ടാണ്. എനിക്ക് 21A വിൻഡോ സീറ്റ് ഏതായാലും കിട്ടി. ബോർഡിങ് കിട്ടുന്ന സമയത്ത് ഞാൻ വിൻഡോ സീറ്റ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അവരെനിക്കതെല്ലാം വിൻഡോ സീറ്റ് തന്ന്. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിനുള്ളിൽ കടന്ന് പഴയ എയർ ഇന്ത്യ അല്ല, എയർ ഇന്ത്യ അടിമുടി മാറി. എനിക്ക് എക്സ്പ്രസ് ആയിരുന്നു ടിക്കറ്റ് ഇപ്രാവശ്യം. ഫ്ലൈറ്റ് കൊള്ളാം, നല്ല ഫ്ലൈറ്റ്. സർവീസും ഒക്കെ ഓക്കെ ആയി. എയർ ഇന്ത്യ ഇപ്പം ടാറ്റയുടെ അണ്ടറിലായതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ പോകുന്നു. ഇത് ആകാശ വ്യൂ ആണ്. നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് നമ്മൾ പൊങ്ങിയ സമയത്ത് എടുത്ത വ്യൂ ആണ്. നമ്മുടെ നാട്ടിൽ ലൈറ്റിംഗ് ഒക്കെ ഇത്രേ കാണാൻ പറ്റും. പക്ഷേ സൗദിയിൽ ചെന്നിറങ്ങുമ്പോൾ കാണാം അവിടുത്തെ വ്യൂ മാറും. ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ സൗദിയിൽ അടുക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൂ ഏതോ ഒരു സ്ഥലമാണ്. എവിടാണെന്നറിയില്ല. ആകാശത്തു നിന്ന് കണ്ട സ്ഥലമാണ്. ഇപ്പം നമ്മൾ സൗദിയിലെത്തും. ഇപ്പം നമ്മൾ സൗദിയിൽ എയർപോർട്ടിനുള്ളിലാണിത്. വന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ജസ്റ്റ് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ലാൻഡ് ചെയ്യുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ലഗേജ് വെയിറ്റിംഗ് ആണ്. ലഗേജ് വരാൻ കുറേ ടൈം എടുത്ത്. അങ്ങനെ ഞാൻ ഹോട്ടലിലെത്തി. ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. ഇതൊരു അഡീഷൻ എന്ന് പറയും. സൗദി ദമാമിലാണ്. അവിടുന്ന് ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് നേരെ റിസപ്ഷനിലോട്ട് പോവുകയാണ്. ചെക്കൗട്ട് ചെയ്യണം, ഫുഡ് കഴിക്കണം. അങ്ങനെ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ ഇരിപ്പുണ്ട്. സൗദിയാണ്. ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ്. എൻ്റെ കൂട്ടുകാരനാണ്. അവൻ സൗദിക്കാരനാണ്. അങ്ങനെ അവനെ മീറ്റ് ചെയ്ത് കയറി ചെന്ന വഴിക്ക് അവനോട് ഇരിക്കുന്നു. അവനെ കണ്ട് കൈ കൊടുത്ത് അവന് ഞങ്ങളുടെ റെഗുലർ ഇലക്ട്രീഷ്യനാണ്. അവനായിട്ട് സംസാരിച്ച് അതിനുശേഷം ഞാൻ പോയി ചെക്കൗട്ട് ചെയ്യുകയാണ്. ചെക്കൗട്ട് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ വേറെ ആൾക്കാർ ചെക്ക് ഇൻ ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ആൾ പോയതിന് ശേഷം ഞാൻ ചെക്കൗട്ട് ചെയ്ത് ഇവിടത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ടും വന്ന് ചെക്കൗട്ട് ചെയ്യാൻ. അവനും ഇന്നലെ വന്നതാണ്. അവന് സൗദിയാണ്. റിസപ്ഷനിസ്റ്റാണ്. നല്ല ഫ്രണ്ട്ലിയാണ്, പയ്യനാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന എന്നോട് ചോദിച്ചു എന്താണ് സംഭവം. ഞാൻ പറഞ്ഞത് ചാനലുണ്ട്, അതിലിടാനാണ്. പിന്നെ നമ്മുടെ വീഡിയോ കയറി തിരിച്ച് ഞങ്ങളുടെ ബേസ് ക്യാമ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ ബേസ് ക്യാമ്പിലെത്തി. ഈ നിരന്ന് കിടക്കുന്ന ബസ്സുകൾ കണ്ടോ? ആന നെറ്റിപ്പട്ടം അണിഞ്ഞുപോലെ കിടക്കുന്ന ഈ ബസ്സുകളിലാണ് ഞങ്ങൾ ഇനി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ ബേസ് ക്യാമ്പാണ്. ഇതിനകത്തിൽ 2, 4, 6, 7, 8 ബസ് കിടപ്പുണ്ട്. 8 ബസ് 8 റെഗുലേറ്ററാണ്. ആ വരുന്നത് ഞങ്ങളുടെ നൈറ്റിലെ ഫുൾ ഇൻചാർജാണ്. ഇംഗ്ലീഷുകാരനാണ്, ടൂൾ പുഷറാണ്. അപ്പോൾ അതിലൊരു ബസ്സിൽ ഞാൻ എൻ്റെ ബാഗെല്ലാം കൊണ്ട് വെച്ച് ഒരു കോഫിയൊക്കെ എടുത്ത് ഇങ്ങനെ വെളിയിൽ നിൽക്കുകയാണ് ഓഫീസിൽ നിന്ന്. ഉടനെ തന്നെ ഞങ്ങൾ പോകുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ റെഗുലേറ്റർ പോകേണ്ട ആൾക്കാരെല്ലാവരും എത്തി. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇത് ഇന്ത്യക്കാരൻ. ബാക്കി എല്ലാവരും സൗദികളാണ്.
പിന്നെ ഒരു ഇംഗ്ലീഷുകാരനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ പോകും. ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് കയറുകയാണ്. ഇതാണ് ബസ്. ഈ ബസ്സിൽ ഞങ്ങൾ കയറി. ഇനി ഇവിടെ നിന്നൊരു 4 മണിക്കൂറത്തെ യാത്രയാണ്. ഇനി ഹെലികോപ്റ്റർ വന്ന് നമുക്ക് പോകേണ്ട ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഒരു ചെറിയ എയർപോർട്ടാണ്. തനാജീബ് എന്നാണ് പറയുന്നത്. അവിടെ ചെന്നതിന് ശേഷം ഞാൻ വീഡിയോ ഇടാം.